പിറ്റേ ദിവസം അവൾ ട്യൂട്ടോറിയൽ കോളേജിൽ പോയില്ല. അടുത്ത ദിവസം കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ ദേവകിയമ്മ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അവൻ വഴിയിൽ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടാവും, ബസ്സിൽ പോയാ മതി. അങ്ങനെ പേടിച്ചിട്ട് എവിടെ പോയി ഒളിക്കാനാണ് അമ്മേ? അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. അമ്മയെ സമാധാനിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൾ കരുതലോടെയാണ് നടന്നത്. ദേവനാരായണൻ അടങ്ങിയിരിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിന് മുമ്പിൽ കൂട്ടം കൂടി നിൽക്കണ വിദ്യാർത്ഥികളെയും വഴിയാത്രക്കാരെയും ദൂരെ വെച്ച് അവൾ കണ്ടു. ബന്ധുര അടുത്തെത്തിയതും ആരോ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ, ദാ കണ്ടോ, സിനിമയുടെ പരസ്യം പോലെ. കോളേജിന്റെ ചുവര് നിറയെ പതിപ്പിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ. അവൾ ആ വാൾ പോസ്റ്ററുകളിലേക്ക് നോക്കി നടുങ്ങിപ്പോയി. തന്നെയും ബാലചന്ദ്രൻ സാറിനെയും ചേർത്തുള്ള അനവധി അശ്ലീല വാൾ പോസ്റ്ററുകൾ. അവൾ വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ പോസ്റ്ററുകളിലെ അക്ഷരങ്ങളിലേക്ക് വീഴ്ചു നോക്കി. ബാലചന്ദ്രൻ മാഷിന്റെയും ബന്ധുര ടീച്ചറിന്റെയും രതിലീലകൾ അവസാനിപ്പിക്കുക. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിൽ പ്രിൻസിപ്പലിന്റെയും മതാലസ്യായ അധ്യാപികയുടെയും കാമക്കേളികൾ. ഹൃദയം പിളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ആകാശവും ഭൂമിയും തനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്ന പോലെ. ഹൃദയത്തിൽ നിന്നും തികട്ടി വന്ന തേങ്ങൽ പൊട്ടിക്കരച്ചിലിന്റെ വക്കോളം എത്തിയപ്പോൾ സാരി തലപ്പ് കൊണ്ട് വായു പൊത്തി പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ബന്ധുര ശ്വാസം കഴിക്കുവാൻ പോലും ആവാതെ നിശ്ചലം നിന്നുപോയി. അവൾക്ക് മുന്നിൽ ബ്രേക്ക് ഇട്ട് നിന്ന ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നു ദേവനാരായണനും ബാലചന്ദ്രൻ സാറിന്റെ അനുജൻ ഹരീന്ദ്രനും. അവർ അവളുടെ മുന്നിൽ ഉരുക്കുകോട്ട പോലെ നിന്നു. ഹരീന്ദ്രൻ അവളെ ആകെ ഒന്ന് വീക്ഷിച്ചിട്ട് ചിറുകൂട്ടി പുഞ്ചിരിച്ചു. ബന്ധുര, ബന്ധുര ടീച്ചർ അല്ലേ? ബന്ധുര ശബ്ദിച്ചില്ല. ഹരീന്ദ്രന്റെ ഭാവം മാറി. ഈ കൊഴുത്ത ശരീരം കാണിച്ച് ഞങ്ങളുടെ ബാലേട്ടനെ ഊറ്റി കുടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായടി? അവക്ക് മുന്നിലേക്ക് ഒരു ചുവടുകൂടി നീങ്ങി നിന്നിട്ട് ഹരീന്ദ്രൻ അലറി. ഹരീന്ദ്രൻ കരണതുപോലുള്ള തരക്കാരിയല്ല ഞാൻ. അവൾ തീരെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ അത്തരക്കാരി അല്ലെങ്കിൽ ആ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്താടി? കാറ്റ് വീശാതെ മഴ പെയ്യോടി? ബന്ധുര ദേവനാരായണനെ മെല്ലെ നോക്കി. എല്ലാ വൃത്തികേടുകളും ഒപ്പിച്ചിട്ട് ഞാനെന്ന് അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു ദേവനാരായണൻ. പറയടി, പറയാൻ. ഹരീന്ദ്രൻ അവൾക്ക് നേരെ ചീറി. ബന്ധുരയ്ക്ക് വർദ്ധിച്ച ദുഃഖമുണ്ടായി. വല്ലവന് കള്ളു പിടിച്ച് ഭ്രാന്തലിക എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയുക? അത് എഴുതി വെച്ചവരോട് ചോദിക്ക്. ഒടുവിൽ സഹികെട്ട് ദേവനാരായണനെ നോക്കി ബന്ധുര പറഞ്ഞു, അപ്പോ നീ ഏട്ടനുമായി യാതൊരു ബന്ധവുമില്ല അല്ലേ? ബാലേട്ടൻ പണം തന്നു നിന്നെ സഹായിക്കാറുമില്ല അല്ലേടി? ഹരീന്ദ്രൻ ഒന്ന് നിർത്തിയിട്ട് രൂക്ഷമായി അവളെ നോക്കി. നിന്റെ തന്ത ചത്തപ്പ ചിതയൊരുക്കാൻ ആരടി കാശ് തന്നത്? 16 അടിയന്തരം നടത്താൻ ആരടി നിനക്ക് 2000 രൂപ തന്നത്? പറയടി ചൂലെ. ഹരീന്ദ്രൻ ആക്രോശിച്ചു. ബന്ധുരയുടെ നാവടഞ്ഞുപോയി. എന്തൊക്കെയോ നേടിയെടുത്ത സന്തോഷത്തിലായിരുന്നു ദേവനാരായണൻ. എടി, ഞാനും എന്റെ വീട്ടുകാരെ അനുഭവിക്കേണ്ട സ്വത്ത കണ്ട തേവിഴിച്ചുകൾക്ക് സുഖിച്ചു കളയാനുള്ളതല്ല. ഞാനത് സമ്മതിക്കില്ല. പറഞ്ഞു തീരും മുമ്പ് ബന്ധുരയുടെ ഗലതുകൈ ഹരീന്ദ്രന്റെ കവിളിൽ ശക്തിയിൽ പതിഞ്ഞു. തന്റെ സ്ത്രീത്വത്തിനു നേരെയാണ് ഇവൻ കാറി തുപ്പിയത്. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാ? ഞാൻ ഞാൻ ഒരു ഭദ്രകാളിയെ പോലെ വീണ്ടും അവന് നേരെ കൈ ഉയർത്തിയതും അവൾ കണ്ടു. തങ്ങൾക്കടുത്തേക്ക് സ്കൂട്ടറിൽ വരുന്ന ബാലചന്ദ്രൻ സാർ. അപ്രതീക്ഷിതമായ ആഘാതത്തിൽ മരവിച്ചു നിൽക്കുകയായിരുന്നു ഹരീന്ദ്രൻ. ബന്ധുരിൽ നിന്നും ഇത്തരമൊരു നീക്കമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ദേവനാരായണനും തരിച്ചു നിന്നുപോയി. ബാലചന്ദ്രൻ അവർക്ക് മുന്നിൽ സ്കൂട്ടർ നിർത്തി ഇറങ്ങി. അയാൾ ഹരീന്ദ്രനെ ചൂഴ്ന്നിറങ്ങിയ നോട്ട് നോക്കിയിട്ട് ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. എന്താ ബന്ധുര ടീച്ചറെ നിർത്തിയത്? എന്തായാലും കൈപൊക്കിയതല്ലേ, ഒന്നുകൂടെ കൊടുത്തേക്ക്. അതിന് മറുപടി എന്നോണം ബന്ധുരയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. ബാലചന്ദ്രൻ സഹതാപത്തോടെ അവളെ നോക്കി. ഹരി, അയാൾ ശബ്ദം തീരെ താഴ്ത്തി വിളിച്ചു. അവൻ ബാലചന്ദ്രൻ നേരെ മുഖമുയർത്തി. ഈ പെണ്ണിന്റെ നെഞ്ചുപൊട്ടിയുള്ള ഈ കരച്ചിലുണ്ടല്ലോ, ഒരിക്കൽ ഇതിന് നീ കണക്ക് പറയേണ്ടി വരും. എന്റെയോ ടീച്ചറുടെയോ മുന്നിലല്ല, ദൈവസന്നിധി. നമുക്ക് 2 സഹോദരിമാരുണ്ടെന്ന് ഓർക്കണമായിരുന്നടാ ഹരി. ബന്ധുര ടീച്ചറിന്റെ ഈ കരച്ചിൽ കണ്ടപ്പോ നീ മറന്നുപോയതും ഞാൻ ഓർമ്മിച്ചതും അതാണ്. ബാലചന്ദ്രന് ഇടനെഞ്ചി തകരുന്ന വേദനയായിരുന്നു. അയാൾ തിരിഞ്ഞ് ബന്ധുരയോടായി പറഞ്ഞു, ടീച്ചർ പോയിക്കോളൂ. അവൾ തികട്ടി വന്ന കരച്ചിൽ ഉള്ളിലൊതുക്കി നടക്കാൻ തുടങ്ങിയതും ബാലചന്ദ്രൻ വിളിച്ചു, ടീച്ചറെ. അവൾ തിരിഞ്ഞു നിന്നു. അങ്ങോട്ടല്ല, ദാ ഇങ്ങോട്ടാ പോവേണ്ടത്. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് ബാലചന്ദ്രൻ വിരൽ ചൂണ്ടി. ബന്ധുര ഒന്ന് മടിച്ചു നിന്നു.
ബാലചന്ദ്രന്റെ ചുണ്ടിൽ വിളറിയ ഒരു പുഞ്ചിരി ഉണ്ടായി. ടീച്ചറെ, തെറ്റ് ചെയ്യണവരാ ആൾക്കൂട്ടത്തിൽ നിന്നും ഓടി ഒളിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവർക്ക് ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാം. ആണും പെണ്ണും കെട്ട ഇവന്റെയൊക്കെ മുന്നിൽ തോറ്റുകിടക്കുന്നത് ആത്മഹത്യക്ക് തുല്യാണ്. ടീച്ചർ ചെല്ല്, ക്ലാസ് തുടങ്ങാറായി. ബാലചന്ദ്രന്റെ സാറിന്റെ വാക്കുകൾ അവൾക്ക് ധൈര്യമേക്കി. ബന്ധുര ഒരു നിമിഷം എന്തോ ഓർത്തു നിന്നിട്ട് മെല്ലെ ദേവനാരായണന് മുന്നിലേക്ക് ചെന്നു. അവൾ അവനെ തീക്ഷ്ണമായി നോക്കി. തന്റെ പദ്ധതികൾ പാളിപ്പോയോ എന്ന് സംശയിച്ചു നിൽക്കുകയായിരുന്ന ദേവനാരായണൻ. ബന്ധുര ശബ്ദിച്ചു. ബാലചന്ദ്രൻ സാറ് പറഞ്ഞത് കേട്ടില്ലേ? ആണും പെണ്ണും കെട്ടവന്റെ മുന്നിൽ തോറ്റു കൊടുക്കണ്ടെന്ന്. ശരിയാ, താൻ ആ ഗണത്തിൽപ്പെട്ടതാ. നപുംസകം. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനാവാത്ത കാമം മൂടിക്കെട്ടിയ കണ്ണുകളുമായി നടക്കുന്ന ഡെവിൾ തന്റെ മുന്നിൽ ഈ ബന്ധുര തോൽക്കില്ല. ഒരു പിച്ചക്കാരന്റെ കൂടെ കിടപ്പറ പങ്കിടേണ്ടി വന്നാലും ചീഞ്ഞു നാറിയ മനസ്സുമായി നടക്കുന്ന തനിക്ക് വേണ്ടി പൂമംഗലത്തെ ബന്ധുര കിടക്ക വരിക്കില്ല. പറഞ്ഞതും ബന്ധുര മുന്നോട്ട് നടന്നു. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിലേക്ക്. ബാലചന്ദ്രൻ സാറിന്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി ഉണ്ടായി. എല്ലാം സംഹരിക്കാനുള്ള ദേഷ്യം ആളിക്കത്തിയെങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി നിർത്തുവാനേ ദേവനാരായണന് അപ്പോ കഴിഞ്ഞുള്ളൂ. ഹരീന്ദ്രനും വല്ലാതെ നിൽക്കുകയായിരുന്നു. എടാ ഹരി! നീണ്ട നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ ബാലചന്ദ്രൻ വിളിച്ചു. അവൻ മുഖമുയർത്തി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റി നടന്നതുകൊണ്ട് സ്വന്തം ജീവിതം വിഡ്ഢിവേഷം കെട്ടി മറന്നവനാ ഞാൻ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാ രണ്ട് അനുജന്മാരെയും രണ്ട് അനുജത്തിമാരെയും ജീവിതത്തിന്റെ ഓരോ തുരുത്തിലെത്തിച്ചത്. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും സഹായിച്ചതും നിന്നെയാ, അല്ലേ? അല്ലടാ? ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞ് എന്നോട് വാങ്ങിയ പണം മുഴുവൻ കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും നശിപ്പിച്ചിട്ടും എന്നെങ്കിലും നീ രക്ഷപ്പെടുമെന്ന് കരുതി വീണ്ടും വീണ്ടും ഞാൻ നിന്നെ സഹായിക്കുകയായിരുന്നു. ഇല്ലടാ മോനെ, നീ രക്ഷപ്പെടില്ല. കാരണം ദാ ഇപ്പോ ഇവന്റെ പക്ഷത്താ നീ. ബാലേട്ടൻ എന്ന ലേബലിൽ മേലിൽ എന്റെ മുന്നിൽ വന്നു പോകരുത്. പൊയ്ക്കോ. ബാലചന്ദ്രൻ പിന്നെ ദേവനാരായണന്റെ മുന്നിലേക്ക് ചെന്നു. അവൻ പല്ല് ഞെരിച്ചു നിൽക്കുകയായിരുന്നു. എടോ ദേവാ, താൻ എന്നെ ചീത്ത പറഞ്ഞപ്പോഴും വെല്ലുവിളിച്ചപ്പോഴും മൗനം പൂണ്ടത് പേടിച്ചിട്ടായിരുന്നില്ല. ലേശം വിവരം, വിദ്യാഭ്യാസം, സംസ്കാരം ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ പോലെ ഒരു നാലാംകിട റൗഡിയുടെ വേഷം ചേരാത്തതുകൊണ്ടാ. അതെല്ലാം അഴിച്ചു മാറ്റി നിന്ന നിന്നെക്ക ചെറ്റയാ ഈ ബാലചന്ദ്രൻ. അറിയാമോടോ പൊന്ന റാസ്കൽ? പറഞ്ഞതും ബാലചന്ദ്രൻ കൈ നിർത്തി ആഞ്ഞൊരു അടി കൊടുത്തു. ദേവനാരായണൻ തരിച്ചു നിന്നുപോയി. മേലിൽ എനിക്കെതിരെ ഇത്തരം ചീഞ്ഞ കളി കളിച്ചാലുണ്ടല്ലോ, കൊന്നു കൊല വിളിക്കും ഞാൻ. ബാലചന്ദ്രൻ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി. ഹരി, നിനക്ക് കിട്ടാനുള്ളത് ബന്ധുര ടീച്ചർ തന്നതുകൊണ്ടാ ഞാൻ തരാതിരുന്നത്. പൊയ്ക്കോ. അയാൾ സ്കൂട്ടർ മുന്നോട്ടെടുത്തു. സ്ഥലകാല ബോധമുണ്ടായപ്പോൾ ദേവനാരായണൻ ബാലചന്ദ്രന് നേരെ ചീറിക്കൊണ്ട് മുന്നോട്ടാഞ്ഞു. ഡോ കള്ളമാതിരെ തന്നെ ഞാൻ. അപ്പോഴേക്കും സ്കൂട്ടർ പോയി കഴിഞ്ഞിരുന്നു. ഛേ! അവൻ കൈകൾ കൂട്ടിത്തിരുമി. സാരമില്ലടോ, അവളുണ്ടല്ലോ ഞങ്ങൾ അനുഭവിക്കേണ്ട കാശ് പെടുകുന്ന ബന്ധുര ടീച്ചർ. അവളെ ഞാനൊരു പാഠം പഠിപ്പിച്ചോളാം. താൻ വാ. ഹരീന്ദ്രൻ പെറുപെറുത്തുകൊണ്ട് മുന്നോട്ടാഞ്ഞു. പിന്നാലെ പകയുടെ മഹാസാഗരവുമായി ദേവനാരായണനും. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ ബന്ധുരയെ ഓർമ്മിപ്പിച്ചു. ഇന്ന് ഇവിടെ നടന്നതൊന്നും വീട്ടിലറിയണ്ട. വെറുതെ എന്തിനാ വീട്ടിലുള്ളവരെ കൂടി സങ്കടപ്പെടുത്തുന്നത്? ഇല്ല, പറയില്ല. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ബാലചന്ദ്രൻ ചോദിച്ചു, തനിച്ചു പോകാൻ പേടിയുണ്ടോ? ഇല്ലെന്ന അർത്ഥത്തിൽ തലയൊന്ന് ചലിപ്പിച്ചിട്ട് ബന്ധുര പുറത്തേക്കിറങ്ങി നടന്നു. തന്നെ തേവിടിശി എന്ന് വിളിച്ചവന്റെ കരണത്തടിക്കാൻ കാണിച്ച ധൈര്യം അവൾക്ക് പ്രചോദനമായി. അവൾ വീട്ടിലെത്തുമ്പോൾ ദേവകി അമ്മയും ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും സംഭ്രമത്തോടെ പൂമുഖത്ത് നിൽപ്പുണ്ടായിരുന്നു. ബന്ധുരയെ കണ്ടതും എന്റെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ചെന്നു. എന്താണ് ഉണ്ടായത് മോളെ? കോളേജിന് മുന്നിലൊക്കെ നിന്നെക്കുറിച്ചും ബാലചന്ദ്രൻ സാറിനെ കുറിച്ചും ഒക്കെ മോശമായി എന്തൊക്കെയോ എഴുതി വെച്ചുവെന്നും ദേവനുമായ വഴക്കുണ്ടായെന്നൊക്കെ ലോട്ടറിക്കാരൻ കുഞ്ഞപ്പൻ ചേട്ടൻ പറഞ്ഞു. നേരാണോടി? ദേവകിയമ്മയുടെ സ്വരമിടറി. സാറില്ലമ്മേ, ബാമനിയപ്പയുടെ മകന് അത്രയൊക്കെ ചെയ്യാനേ പറ്റൂ. അതൊന്നും ആരും വിശ്വസിക്കത്തുമില്ല. അവൾ നിസ്സാര മട്ടിൽ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും പിന്നാലെ ചെന്നു. ബന്ധുരേച്ചി, ദേവേട്ടൻ ഉപദ്രവിക്കുകയോ വല്ലതും? ഇന്ദുലേഖയ്ക്ക് അതായിരുന്നു ഭയം. ഏയ്, ഞാൻ നല്ലവണ്ണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അയാൾ തല പൊക്കില്ല. ബന്ധുര മൃദുവായി പുഞ്ചിരിച്ചു. ഇന്ദുലേഖയും കൃഷ്ണപ്രിയയും അത്ഭുതപ്പെട്ടു. തൊട്ടാവാടിയായിരുന്ന ബന്ധുര ചേച്ചിയാണോ
ഇങ്ങനെ പറയുന്നത്? 2-3 ദിവസം കൂടി കടന്നുപോയി. അന്ന് 1-ാം തീയതിയായിരുന്നു. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിലെ സ്റ്റാഫിന് 1-ാം തീയതി കൃത്യമായി ശമ്പളം കൊടുക്കണമെന്നുള്ളത് ബാലചന്ദ്രന് നിർബന്ധമായിരുന്നു. അന്ന് ശമ്പളത്തിൽ നിന്നും 250 രൂപ എടുത്ത് ബന്ധുര ബാലചന്ദ്രന് നേരെ നീട്ടി. ഇതെന്താ? അച്ഛൻ മരിച്ചതിന്റെ ചടങ്ങുകൾക്ക് സാറിന് കുറെ രൂപ ചെലവായതല്ലേ, ഞാൻ കുറേശ്ശെയായി തീർത്തോളാം, അവൾ ശബ്ദം താഴ്ത്തി അറിയിച്ചു. ബാലചന്ദ്രൻ ഊറിച്ചിരിച്ചു. ഏതായാലും ഇത് ടീച്ചറുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ എന്തോ ഓർത്തിട്ടൊന്നോണം നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ ചോദിച്ചു, എന്താ ടീച്ചറെ? ഇന്ദുലേഖ +2 കഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. വെറുതെ വീട്ടിലിരുന്ന് മുരടിച്ചു പോവും. അതുകൊണ്ട് കമ്പ്യൂട്ടർ വല്ലതും പഠിപ്പിക്കാൻ ഒന്ന് ആലോചിച്ചിരിക്കുക ഞാൻ. അത് നല്ലതാ ടീച്ചറെ. ഇപ്പോ പ്യൂൺ ജോലിക്ക് പോലും കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോന്നാ ആദ്യം ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ടൗണിൽ സ്റ്റാച്യു ജംഗ്ഷനടുത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹൈടെക് കമ്പ്യൂട്ടേഴ്സ്. നാളെ തന്നെ അവളെ ചേർത്തേക്ക്. ബന്ധുര വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ഇന്ദുലേഖയ്ക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ ബന്ധുരയെ കെട്ടിപ്പിടിച്ചു. കൃഷ്ണപ്രിയ പരിഭവിച്ചു. എന്നോട് ബന്ധുരജിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ അടുക്കളയിലെ തീയും പുകയും കൊണ്ട് ജീവിച്ചോട്ടെ എന്നായിരിക്കും. എന്നെ തയ്യൽ പഠിപ്പിക്കണമെന്ന് എത്ര നാളായി പറയാൻ തുടങ്ങിയിട്ട്. കൃഷ്ണപ്രിയ മുഖം വെറുപ്പിച്ചു. സാരയില്ലേ കൃഷ്ണനെ, 1-2 മാസം കഴിയട്ടെ, നിന്നെ തയ്യൽ പിടിക്കാൻ വിടാം, ബന്ധുര അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം ബന്ധുര ഇന്ദുലേഖയും കുട്ടിയാണ് പോയത്. അവളെ ബാലചന്ദ്രൻ സാർ പറഞ്ഞ ഹൈടെക് കമ്പ്യൂട്ടേഴ്സിൽ ചേർത്തു. അപ്പോൾ മനസ്സിന് തെല്ല ആശ്വാസം തോന്നി. ഇന്ദുലേഖയെ ഒരു കരക്കെത്തിച്ചിട്ട് വേണം കൃഷ്ണപ്രിയയുടെ കാര്യം നോക്കാൻ. കൃഷ്ണയെ തയ്യൽ പഠിപ്പിച്ചൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്താ 10-20 രൂപ ദിവസം മിച്ചം പിടിക്കാൻ കഴിയും. അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് ട്യൂട്ടോറിയൽ കോളേജിലേക്ക് കയറുമ്പോൾ കട്ടിലും കിടക്കയും ഒക്കെ ഇറക്കുന്നത് കണ്ടു. സാധനങ്ങളൊക്കെ ഇറക്കാൻ സഹായിച്ചുകൊണ്ട് തൊട്ടടുത്ത് ബാലചന്ദ്രൻ സാറുമുണ്ട്. ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ബന്ധുരയെ കണ്ട് ബാലചന്ദ്രൻ അടുത്തേക്ക് ചെന്നു. അവളെ നോക്കി ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു. ഇന്നു മുതൽ താമസം ഇങ്ങോട്ട് മാറ്റുക. അതെന്താ സർ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? അവൾ സംശയത്തോടെ ചോദിച്ചു. അപ്പോഴും ബാലചന്ദ്രന്റെ ചുണ്ടിൽ പുഞ്ചിരി. പണ്ട് കവിത എഴുത്തും കവിയരങ്ങും ഒക്കെയായി നാട് ചുറ്റി നടന്നവനാണെന്ന് ഒരിക്കൽ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്റെ ആ പഴയ 2-3 സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ കണ്ടു. അവര് പറയണത് ആ പഴയ കവിയും കവിയരങ്ങും ഒക്കെയായി നടക്കുന്ന ബാലചന്ദ്ര മാഷിനെ അവർക്ക് തിരികെ വേണമെന്ന്. എന്റെ മനസ്സിനും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇനിയും അത് വെച്ച് താമസിപ്പിക്കണ്ടെന്ന് കരുതി. പഴയ എന്റെ താവളം ദാ ആ ഒറ്റമുറിയാ. അതുകൊണ്ട് ഇന്നു മുതൽ ഇവിടെ കൂടുകൂട്ടുക. അവസാന വാക്കുകളിൽ എത്തിയപ്പോഴേക്കും ശബ്ദം വിറച്ചു. ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ സർ? ബന്ധുര ക്ലാസ് റൂമിലേക്ക് നടന്നു. ബന്ധുര ക്ലാസ് റൂമിലേക്ക് നടക്കുമ്പോൾ ബാലചന്ദ്രൻ സാറിന്റെ കൂടുമാറ്റത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. എവിടെയോ ഒരു താളപ്പിഴയുണ്ട്. അന്ന് മുഴുവൻ ബാലചന്ദ്രൻ സാറിനെ കുറിച്ചായിരുന്നു ബന്ധുര ചിന്തിച്ചത്. 2-3 ദിവസം കൂടി കടന്നുപോയി. നേരിയൊരു പനിയുള്ളതിനാൽ അന്ന് ബാലചന്ദ്രൻ റൂമിൽ നിന്നും പുറത്തിറങ്ങിയതേ ഇല്ല. ഉച്ചയ്ക്ക് ക്ലാസ് വിട്ടപ്പോൾ ബന്ധുര പ്യൂൺ രാഘവപിള്ളയോട് തിരക്കി. ബാലചന്ദ്രൻ സാർ എവിടെ പോയി പിള്ളച്ചേട്ടാ? ഇന്ന് കണ്ടതേ ഇല്ല. ചെറിയൊരു പനി, മുറി കിടക്കുക, രാഘവൻപിള്ള പറഞ്ഞു. അത് കേട്ടതും ഉച്ചയോണ് കഴിക്കാൻ നിൽക്കാതെ ബന്ധുര ബാലചന്ദ്രൻ താമസിക്കുന്ന മുറിയിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ മെല്ലെ മുറിയിലേക്ക് കയറി. അവളെ കണ്ട് ബാലചന്ദ്രൻ ചിരിച്ചു. അല്ല ടീച്ചറോ? ഇരിക്ക്. സാറിന് പനിയാണെന്ന് പറഞ്ഞിട്ട്? ഇന്നലെ ലേശം ചാറ്റൽ മഴ നനഞ്ഞു, അതുകൊണ്ടായിരിക്കും ചെറിയൊരു പനി ജലദോഷം. വെറുതെ ഇരിക്കല്ലേ, ഒരു കവിത എഴുതിയേക്കാമെന്ന് കരുതി. ടീച്ചറെ ഒന്ന് നോക്കിയേ, കൊള്ളാമെന്ന് അറിയട്ടെ. ബാലചന്ദ്രൻ കവിത എഴുതിയ കടലാസ് അവൾക്ക് നേരെ നീട്ടി. ബന്ധുര കവിത വാങ്ങി കസേരയിലിരുന്നു. അവൾ കവിത മെല്ലെ വായിക്കാൻ തുടങ്ങിയതും ആരൊക്കെയോ മുറിയിലേക്ക് കയറി വരുന്നത് കണ്ട് കസേരയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. മുറിയിലേക്ക് കയറി വരുന്നവരെ കണ്ട് ബാലചന്ദ്രൻ വിളറി വെളുത്തു. അമ്മയും അനുജനും അനിയത്തിമാരും. ബാലചന്ദ്രന്റെ നേരെ ഇളയ അനുജൻ രവീന്ദ്രനെ കണ്ട് ബന്ധുര പകച്ചു. ബാലചന്ദ്രൻ സാറിന്റെ അനുജന്മാർ പലപ്പോഴും കോളേജിൽ വന്നിട്ടുള്ളത് കൊണ്ട് അവരെ ബന്ധുരയ്ക്ക് അറിയാമായിരുന്നു. രവീന്ദ്രൻ അമ്മയോടും അനിയത്തിമാരോടുമായി അടക്കിയ സ്വരത്തിൽ പറഞ്ഞു, ഇവളാ ബന്ധുര ടീച്ചർ. അത് കേട്ടതും ബാലചന്ദ്രന്റെ അമ്മ മീനാക്ഷി അമ്മയുടെയും അനുജത്തിമാരുടെയും മുഖമിരുണ്ടു. അത് ശരി, ഈ ഭൂലോക രംഭയാണോ?
എന്റെ മകനെ തട്ടിയെടുത്ത രാക്ഷസി. മീനാക്ഷി അമ്മ ബന്ധുരയെ തറപ്പിച്ചു നോക്കി. ബാലചന്ദ്രന്റെ സഹോദരിമാരായ വാസന്തിയുടെയും സീതയുടെയും നോട്ടം ബന്ധുരയിലായിരുന്നു. അമ്മേ, ഇത് നമ്മുടെ വീടല്ല. ഇവിടെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന ട്യൂട്ടോറിയൽ കോളേജാണ്. അയ്യടാ, ഒരു കോളേജ് എന്നിട്ടാണോടാ കണ്ട അഴിഞ്ഞാട്ടക്കാരിയുമായിട്ട് ശൃംഗരിച്ചിരിക്കുന്നത്? ബാലചന്ദ്രൻ സാറിന്റെ അമ്മയിൽ നിന്നും അത് കേട്ടപ്പോൾ ഇടനെഞ്ച് പൊട്ടിപ്പിളരുന്നത് പോലെ ബന്ധുരയ്ക്ക് തോന്നി. അസഹ്യമായ വേദനയാൽ അവൾ പിടഞ്ഞു. ബാലചന്ദ്രനും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മേ, വായിൽ വേണ്ടത് എന്തും വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല ഇത്. അടുത്ത ഞായറാഴ്ച ഞാൻ വീട്ടിൽ വരാം. പറയാനുള്ളതൊക്കെ ഓർത്തു വെച്ചാ മതി. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. ബാലചന്ദ്രൻ ശബ്ദമുയർത്തി. ആദ്യം ഈ അഴിഞ്ഞാട്ടക്കാരിയെ പറഞ്ഞു വിടറ, അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാം. മീനാക്ഷി അമ്മയും വിട്ടുകൊടുത്തില്ല. ഇല്ല, പറഞ്ഞു വിടുന്നില്ല. എന്നാ പെറ്റു വളർത്തിയ തള്ളേനും കൂടപ്പറപ്പുകളെയും ഉപേക്ഷിച്ച് ഇവളെ കൂടെ പൊറപ്പിച്ചോടാ. അതെ, കൂടെ പൊറപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ ദേഷ്യത്താലും സങ്കടത്താലും പറഞ്ഞു. എന്താ, ഒരു പുരുഷായുസ് മുഴുവൻ ഞാൻ എന്റെ ജീവിതം കുടുംബത്തിന് വേണ്ടി ഹോമിച്ചത് പോരെ? ഈ 45-ാം വയസ്സിലെങ്കിലും എനിക്കും ഒരു ജീവിതം വേണം. ബന്ധുരയിൽ നിന്നും ശക്തമായ ഒരു തേങ്ങൽ ഉയർന്നു. ബാലചന്ദ്രന്റെ ഉറച്ച വാക്കുകൾ കേട്ട് മീനാക്ഷിയമ്മയും മക്കളും തരിച്ചു നിന്നുപോയി. ബന്ധുര തളർന്നു തകർന്നു നിൽക്കുകയായിരുന്നു. ഏത് നിമിഷവും അവളിൽ നിന്ന് ഒരു പൊട്ടിക്കരച്ചിലുണ്ടാകുമെന്ന് തോന്നി. അവളുടെ നിൽപ്പും ഭാവം കണ്ടപ്പോൾ ബാലചന്ദ്രന് അതികഠിനമായ ദുഃഖമുണ്ടായി. ബന്ധുരയെ കൂടെ പൊറപ്പിക്കുമെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. അങ്ങനൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. ബാലചന്ദ്രൻ കുടുംബത്തിൽ നിന്നും അകലുകയാണെന്ന് അറിഞ്ഞപ്പോൾ മീനാക്ഷി അമ്മ അടവൊന്നു മാറ്റി. അവർ കള്ളക്കണ്ണീർ ഒഴുക്കാൻ തുടങ്ങി. എന്നാലും നീ എന്നോട് തന്നെ അങ്ങനെ പറയണമെട ബാല. നിന്നെ നൊന്തു പെറ്റവളാ ഞാൻ. കടിഞ്ഞൂൽ സന്തതി ആയതുകൊണ്ട് ഏറെ ലാളിച്ചാണ് നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ടും നീ ഇത് പറഞ്ഞല്ലോട ബാല. അവർ നേരിയതിന്റെ തുമ്പുകൊണ്ട് കണ്ണു തുടക്കുകയും മൂക്ക് പിഴുകയും ചെയ്തു. ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അമ്മയുടെ അഭിനയം കണ്ട് ശീലിച്ച ബാലചന്ദ്രന് പുതുമയൊന്നും തോന്നിയിട്ടില്ല. അമ്മയുടെ ഇത്തരം കള്ളക്കണ്ണീരുകളാണ് തന്റെ ജീവിതം തകർത്തു കളഞ്ഞത്. മീനാക്ഷി അമ്മയുടെ പദം പെറുക്കൽ വീണ്ടും. ഈ അഴിഞ്ഞാട്ടക്കാരിക്ക് വേണ്ടി 10 മാസം നൊന്തുപെറ്റ എന്നെയും നിന്റെ സഹോദരങ്ങളെയും തള്ളി പറയരുതടാ. ദൈവഭോഗം വിട്ടുമോടാ. നെഞ്ചകം പൊടിഞ്ഞു പോകുന്നത് പോലെ ബന്ധുരയ്ക്ക് തോന്നി. അവൾ ഇരു കൈത്തലങ്ങളാലും മുഖം പൊത്തി നേർത്തൊരു തേങ്ങളോടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. എടി രാക്ഷസി, വീടും കുടുംബവും വെച്ച് ജീവൻ കളഞ്ഞു നടന്നവനാ എന്റെ ബാലൻ. എന്റെ മുന്നീന്ന് ഇതേവരെ മറുത്തൊരക്ഷരം പറയാത്തവനാ. നീ ഒറ്റൊരുത്തി കാരണമാ എന്റെ മോൻ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ നിമിഷം എന്റെ ബാലനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പോയിക്കൊള്ളണം. ആജ്ഞ പോലെയായിരുന്നു മീനാക്ഷിയമ്മയുടെ വാക്കുകൾ. ഈ നിമിഷം മരിച്ചു പോയെങ്കിലെന്ന് അതുപോലും ബന്ധുര ആശിച്ചു പോയി. അവളുടെ ഉള്ളം പെടഞ്ഞു. അവൾ ദീനം ബാലചന്ദ്രനെ നോക്കി. അമ്മയുടെ വാക്കുകൾ കേട്ട് തളർന്നു നിൽക്കുകയായിരുന്നു ബാലചന്ദ്രൻ. ബാലചന്ദ്രന്റെ സഹോദരിമാർ ബന്ധുരയെ ബദ്ധവൈരിയെ പോലെ നോക്കിക്കൊണ്ട് അടക്കം പറഞ്ഞു. കണ്ടില്ലേ അവളുടെ നിപ്പ്? ഒറ്റ നോട്ടത്തിൽ അറിയാം തനി ലോക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്. വാസന്തി അനുജത്തി സീതയോട് പറഞ്ഞു. അത് കേട്ട് അഗ്നികുണ്ഡത്തിൽ വീണാലെന്നോണം ബന്ധുര പൊളഞ്ഞുപോയി. താൻ 4-ാം കിട വേശ്യയാണെന്ന്. നെഞ്ചകം പൊട്ടിപ്പിളർന്നു പോയതുപോലെ അസഹ്യമായ വേദനയാൽ അവൾ പിടഞ്ഞു. ബാലചന്ദ്രനും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. മാലാഖയുടെ വിശുദ്ധിയുള്ള ഒരു പെണ്ണിനെയാണ് വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ മുന്നോട്ട് അഞ്ഞു ചെന്ന് വാസന്തിയുടെ കവിളത്ത് ഒന്ന് പൊട്ടിച്ചു. വാസന്തി വേയിച്ചുപോയി. മീനാക്ഷിയമ്മയും മക്കളും ഒരു നിമിഷാർദ്ധം സ്തബ്ധരായി. ബാലചന്ദ്രൻ ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. ടീച്ചർ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ, അയാൾ ശബ്ദം താഴ്ത്തി അറിയിച്ചു. മരവിച്ചു നിൽക്കുകയായിരുന്ന ബന്ധുര ഒരു പിടച്ചിലിൽ മുഖമുയർത്തി. ആ കണ്ണുകളിൽ നിന്നും കാലവർഷം പോലെ നീർമുത്തുകൾ പെയ്തിറങ്ങുകയായിരുന്നു. സർവ്വ നിയന്ത്രണങ്ങളും മറ്റ് പൊട്ടിക്കരയുമെന്ന് പോലും തോന്നി. ബാലചന്ദ്രന് വല്ലാത്ത ഹൃദയവേദനയുണ്ടായി. അയാൾ അരുത് എന്ന അർത്ഥത്തിൽ ദയനീയമായി തല ഇരുവശത്തേക്ക് ചലിപ്പിച്ചു. ബന്ധുര അതരം കടിച്ചു പിടിച്ച് മുറുക്കി പുറത്തിറങ്ങി. അവൾ പോയി കഴിഞ്ഞതും മീനാക്ഷിയമ്മ ബാലചന്ദ്രൻ നേരെ തട്ടിക്കയറി. അവക്ക് വേണ്ടിയല്ലടാ നീ വാസന്തിനെ തല്ലിയത്. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന അവളാണോ ഈ നിൽക്കുന്ന നിന്റെ അനുജത്തിയാണോ നിനക്ക് വലുത്? വാസന്തി ഏങ്ങി കരയുകയായിരുന്നു. അതുവരെ തെല്ലുമാറി എല്ലാം കണ്ടും കേട്ടും നിശബ്ദം നിൽക്കുകയായിരുന്ന രവീന്ദ്രൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. അതിപ്പോ നമ്മൾ കണ്ടതല്ലേ, ബാലേട്ടന് വലുത് അവള് തന്നെയാ. നമ്മളൊന്ന് ബാലേട്ടന് ആരുമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നാണം കെടുന്നതിന് മുമ്പ് പോയേക്കാം, വാ പോകാം. രവീന്ദ്രൻ പിന്നെ ബാലചന്ദ്രന് നേരെ തിരിഞ്ഞു. വല്ലവളുടെ മുന്നിൽ വെച്ച് സ്വന്തം അനുജത്തിയെ തല്ലിയപ്പോ ബാലേട്ടന് തൃപ്തിയായല്ലോ.
അവൻ പെറുപെറുത്തു. രവി, ബാലചന്ദ്രന്റെ അനുജത്തിമാര് തെരുവ് പെണ്ണുങ്ങളെ പോലെ സംസ്കാരമില്ലാതെ സംസാരിക്കാൻ പാടില്ല. ബന്ധുര ടീച്ചറിനെ വിളിച്ച ആ സംബോധന മറിച്ച് വാസന്തിയെയോ സീതയെയോ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ നീ കേട്ടു നിൽക്കോ? ഈ അമ്മ കേട്ടു നിൽക്കോ? ഈ എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റോ? ബാലചന്ദ്രൻ അതും പറഞ്ഞ് വാസന്തിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. മേലിൽ നിന്റെ നാവിന്ന് ഇത്തരം വൃത്തികെട്ട വാക്കുകൾ വീഴരുത്. ബന്ധുര ടീച്ചർ പാവ, വെറും പാവ. ബാലചന്ദ്രൻ സ്വന്തം അനുജത്തിയെ കുറ്റപ്പെടുത്തി ബന്ധുരയെ പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് കോപം ഇരട്ടിച്ചു. അയ്യടാ, ഒരു പഞ്ചപാവം. ഇക്കണക്കിന് പോയാ അവൾക്ക് വേണ്ടി നീ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ലല്ലോടാ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത അർത്ഥം കണ്ടെത്തണ്ട. ബാലചന്ദ്രൻ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. എനിക്കൊരു സ്ഥലം വരെ പോകണം. ബാലചന്ദ്രൻ കയ്യിലും കൊണ്ട് മാറ്റി പാന്റും ജുബയും ധരിച്ചു. താങ്കളെ ഒഴിവാക്കാനായി ബാലേട്ടന്റെ അടവാണതെന്ന് രവീന്ദ്രൻ മനസ്സിലായി. അവൻ മീനാക്ഷി അമ്മയ്ക്ക് കണ്ണുകളിൽ എന്തോ സംജ്ഞ നൽകി. ഒരു സ്ഥലത്ത് നീ പോകണില്ല, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നാ മതി. മീനാക്ഷി അമ്മ പിന്നെ തിരിഞ്ഞ് രവീന്ദ്രനോടായി പറഞ്ഞു. എടാ രവി, ഈ മുറിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു വണ്ടി വിളിക്ക്. വേണ്ട, ഒരിക്കൽ തീരുമാനമെടുത്താൽ അത് മാറ്റുന്ന പതിവ് ബാലചന്ദ്രനില്ല. അപ്പോ നിനക്ക് ഞങ്ങളെക്കാൾ വലുത് അവളാ അല്ലേ? മീനാക്ഷി അമ്മ ചോദിച്ചു. ബാലചന്ദ്രൻ മിണ്ടിയില്ല. മീനാക്ഷി അമ്മ തുടർന്നു. നീ എങ്ങനെ വേണേലും ജീവിച്ചോ, പക്ഷെ അതിനു മുമ്പ് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം തീർത്തിട്ട് എന്തുമായിക്കോളാം. ഇങ്ങനെ ഒരു മകനെ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന് കരുതിക്കോളാം. എന്തുത്തരവാദിത്വം? ബാലചന്ദ്രൻ ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് ഏറ്റവും ഇളയ അനുജത്തി സീതയാണ്. സ്ത്രീധനത്തിന്റെ ബാക്കി പണം കൊടുക്കാനുള്ളത് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് വിനയേട്ടന്റെ വീട്ടുകാർ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അവരുടെ ആട്ടും തുപ്പും കൊണ്ട് ഇനി എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് സ്ത്രീധനം ബാക്കി കൊടുക്കണം, അതല്ലേ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. സീത സങ്കടം അഭിനയിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നീ കരയാതടി പെണ്ണെ, ബാലൻ അവർക്ക് വാക്കു കൊടുത്തതല്ലേ, ഇവൻ കൊടുത്തോളൂ. മീനാക്ഷി അമ്മ മകളെ കണ്ണടച്ച് കാണിച്ചിട്ട് പറഞ്ഞു. ഞാൻ കൊടുക്കുമെന്ന് അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ബാലചന്ദ്രൻ ശബ്ദമുയർത്തി ചോദിച്ചു. നീയല്ലാതെ പിന്നെ ആര് കൊടുക്കുമടാ? നിന്റെ പെങ്ങളുടെ സ്ത്രീധനക്കാശ് നാട്ടുകാർ കൊടുക്കൂ? മീനാക്ഷി അമ്മ ചൊടിച്ചു. അമ്മ ആണായിട്ട് എന്നെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ? ബാലചന്ദ്രൻ തെല്ല് പരിഹാസത്തോടെ ചോദിച്ചു. നാറി, നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? ഇനിയെങ്കിലും ചോദിക്കാതിരുന്ന അമ്മ നനയുന്നിടം തന്നെ കുഴിച്ചുകൊണ്ടേയിരിക്കും. എന്താടാ നീ പറഞ്ഞത്? ഞാൻ? മീനാക്ഷി അമ്മയുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിയിട്ടെന്നോണം ബാലചന്ദ്രൻ ശബ്ദമുയർത്തി. അത് തന്നെ, അമ്മ ഇപ്പൊ പറയാൻ പോണത് തന്നെ. അയാൾ ഒന്ന് നിർത്തിയിട്ട് രവീന്ദ്രനെയും വാസന്തിയെയും സീതയെയും മാറി മാറി നോക്കി. പിന്നെ വീണ്ടും മീനാക്ഷി അമ്മയിലേക്ക് ദൃഷ്ടി മാറ്റി പറഞ്ഞു. എടുത്താ പൊങ്ങാത്ത ചുമട് ഇനിയെങ്കിലും എന്റെ തലയിൽ വെച്ച് തളരുതമ്മേ. 20ാമത്തെ വയസ്സിൽ ഈ ചുമട് താങ്ങാൻ തുടങ്ങിയതാ. ഈ 45ാമത്തെ വയസ്സിലെങ്കിലും ഞാൻ ഇതൊന്ന് ഇറക്കി വെച്ച് അല്പം വിശ്രമിച്ചോട്ടെ. ആ ശബ്ദത്തിന് നേരിയ വിരയിലുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറിയാലോടെ ബാല, നീ എന്റെ മൂത്ത മകനാ. അച്ഛനില്ലാത്തത് കൊണ്ട് ആ സ്ഥാനത്താ ഇതുങ്ങൾ നിന്നെ കാണുന്നത്. അവരുടെ കാര്യം നീ വേണം നോക്കി നടത്താൻ. സീതയുടെ സ്ത്രീധനം ബാക്കി അടുത്തയച്ചു കൊടുക്കണം. അവൾക്കും ഭർത്താവിന്റെ വീട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കണ്ടേ? മീനാക്ഷി അമ്മ അനുനയത്തിൽ പറഞ്ഞു. ബാലചന്ദ്രന്റെ ചുണ്ടിൽ പുച്ഛത്തിൽ പൊതിഞ്ഞ വരണ്ട ഒരു പുഞ്ചിരി ഉണ്ടായി. അച്ഛന്റെ സ്ഥാനത്ത് എന്നെ കണ്ടതുകൊണ്ടാണോ അമ്മയുടെ ഇളയ സന്തതി ഒരാഴ്ച മുമ്പ് നാട്ടിലും കോളേജിലുമൊക്കെ എന്നെ നാണം കെടുത്താൻ വേണ്ടി കള്ളും കുടിച്ച് ഇവിടെ വന്നത്? അതും എന്നെ ഒരു പാവം പെണ്ണിനെയും ചേർത്ത് കള്ളക്കഥയുണ്ടാക്കി നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വൃത്തികെട്ടവന്റെ കൂടെ? വേണ്ട, ഒന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. നിങ്ങൾ പോയിക്കോ, എനിക്ക് ലേശം ധൃതിയുണ്ട്. അപ്പോ സീതയുടെ കാര്യം? മകന്റെ ഭാവത്തിലും വാക്കുകളിലും ഭയാശങ്കയുണ്ടായി. വിനയന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞ സ്ത്രീധന പണവും സ്വർണവും ചില്ലി പൈസ പോലും കടം പറയാതെ കൊടുത്തു കഴിഞ്ഞു. അമ്മ പത്രാസ് കാണിക്കാനും എന്നെ കുറെ കൂടി കഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ട് വിനയന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടതിലും കൂടുതൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ എനിക്കാവില്ല. മോനെ ബാല, ഇങ്ങനെയൊന്നും ഈ അമ്മയോട് പറയരുതോടെ മോനെ. നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ ഇതൊക്കെ പറയുക? വേണ്ടമ്മേ, സ്നേഹം നടിച്ച് ഇനി എന്നെ നക്കിക്കൊല്ലാതിരുന്ന മതി. അയാൾ രവീന്ദ്രന് നേരെ തിരിഞ്ഞു. ദേഷ്യം ഉള്ളിലൊതുക്കി നിൽക്കുകയായിരുന്നു രവീന്ദ്രൻ. മേലിൽ ഇവരും കൂട്ടി ഇവിടെ വന്നു പോരുത്. ഇത് വീടും സത്രമല്ല, ട്യൂട്ടോറിയൽ കോളേജാണ്. പറഞ്ഞതും ബാലചന്ദ്രൻ മറുപടിക്ക് കാത്തു നിൽക്കാതെ മുറിക്ക് പുറത്തിറങ്ങി. സീത തെല്ലുറക്കെ കരഞ്ഞു. മീനാക്ഷിയമ്മ ബാലചന്ദ്രൻ കേൾക്കാൻ എന്നോണം തെല്ലുറക്കെ വിളിച്ചു പറഞ്ഞു. എനിക്ക് നീ മാത്രമല്ലടാ, വേറെ 2 ആമക്ക കൂടി ഉണ്ട്.
സീതയുടെ കാര്യം അവര് നോക്കിക്കൊള്ളും. കൂടെ ഒരു പ്രാക്കും. പെറ്റതല്ലേം കൂടപ്പിറപ്പുകളെ മറന്ന് നീ ആ എരണം കെട്ടവളുടെ കൂടെ ജീവിച്ചോടാ. ഒരിക്കലും നീ ഗുണം പിടിക്കില്ലടാ. അത് കേട്ടതായി പോലും നടിക്കാതെ ബാലചന്ദ്രൻ സ്കൂട്ടറിൽ കയറി പുറത്തേക്ക് പോയി. വൈകുന്നേരമാണ് തിരിച്ചെത്തിയത്. വന്നയുടനെ പ്യൂൺ രാഘവപിള്ളയോട് തിരക്കി, ബന്ധുര ടീച്ചർ എവിടെ? ക്ലാസ് തീർന്നില്ലേ? ഉച്ചയ്ക്ക് തന്നെ സുഖമില്ലാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയല്ലോ, രാഘവപിള്ള പറഞ്ഞു. ബാലചന്ദ്രൻ ഏറെ നേരം എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. അമ്മയും വാസന്തിയും വൃത്തികെട്ട തരത്തിൽ അപമാനിച്ചതിൽ മനം നൊന്താണ് ബന്ധുര ടീച്ചർ പോയത്. ആ രാത്രി ബാലചന്ദ്രൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബന്ധുരയെ കുറിച്ചായിരുന്നു ചിന്ത മുഴുവൻ. ആ സാധു പെൺകുട്ടി താൻ കാരണം അപമാനിതയായി. അയാൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു വശത്ത് ബന്ധുരയ്ക്കെതിരെ ദേവനാരായണൻ, മറുവശത്ത് തന്റെ അമ്മയും സഹോദരങ്ങളും. ബന്ധുരയെ കൂടെ താമസിപ്പിക്കുമെന്ന് അറിയാതെയെങ്കിലും തനിക്ക് പറയേണ്ടി വന്നു. ബാലചന്ദ്രൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വെളുപ്പിച്ചു. അന്നും ബന്ധുര ട്യൂട്ടോറിയൽ കോളേജിലേക്ക് വന്നില്ല. പിന്നീടുള്ള 2 ദിവസങ്ങളിലും ബന്ധുരയെ കാണാതായപ്പോൾ ബാലചന്ദ്രൻ വേപത് പൂണ്ടു. അതിനടുത്ത ദിവസവും കാണാതായപ്പോൾ ബാലചന്ദ്രൻ പ്യൂൺ രാഘവപിള്ളയെ ബന്ധുരയുടെ വീട്ടിലേക്ക് അയച്ചു. രാഘവപിള്ള മടങ്ങി വന്നത് ഒരു കത്തുമായിട്ടായിരുന്നു. വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ ബാലചന്ദ്രൻ കത്ത് നിവർത്തി. സർ, ഇനി ഞാൻ ആ കോളേജിലുണ്ടായ സാറിന് ഒത്തിരി അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. വേണ്ട സർ, ഞാൻ ഇനി അവിടേക്കില്ല. സാർ എന്നോട് പിണങ്ങരുത്. ക്ഷമാപണത്തോടെ ബന്ധുര. ആ കത്തുമായി ഏറെ നേരം ബാലചന്ദ്രൻ നിശ്ചലം നിന്നു. അയാൾക്ക് വല്ലാത്ത സങ്കടമുണ്ടായി. ചെറുതെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ആ കൊച്ചു കുടുംബം ജീവിക്കുന്നത്. അതുകൂടി ഇല്ലാതായാൽ. ബാലചന്ദ്രൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. പൂമംഗലത്തെ പടിപ്പുരയ്ക്ക് മുന്നിൽ സ്കൂട്ടർ നിർത്തി. ബാലചന്ദ്രൻ ഇറങ്ങുന്നത് മുറ്റത്തു നിന്ന് കൃഷ്ണപ്രിയ കണ്ടു. ബന്ധുര കട്ടിലിൽ കിടക്കുകയായിരുന്നു. കൃഷ്ണപ്രിയ മുറിയിലേക്ക് ഓടിക്കയറി. ബന്ധുരേച്ചി, ദാ ബാലചന്ദ്രൻ സാറ് വരുന്നു. അത് കേട്ടതും ബന്ധുര പെടഞ്ഞെണീറ്റു. പടിപ്പുരവാതിൽ തുറന്ന് തുളസിത്തറയും കടന്നു വരുന്ന ബാലചന്ദ്രൻ സാറിനെ അവൾ 2 നിമിഷം നോക്കി നിന്നു. പിന്നെ പൂമുഖത്തേക്ക് ചെന്നു. മുറ്റത്ത് നിന്നുകൊണ്ട് ബന്ധുരയെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു ബാലചന്ദ്രൻ. സർ, കയറി വരൂ, അവൾ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ബാലചന്ദ്രൻ പൂമുഖത്തേക്ക് കയറി. എന്ത് ചോദിക്കണമെന്നറിയാതെ ബാലചന്ദ്രനും എന്തു പറയണമെന്നറിയാതെ ബന്ധുരയും വിഷമിച്ചു. ഏറെ നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ബാലചന്ദ്രൻ മെല്ലെ വിളിച്ചു, ബന്ധുര ടീച്ചറെ. ബന്ധുര ഒരു പിടച്ചിലിൽ മുഖമുയർത്തി. ഒത്തിരി പേര് എന്നെ തോൽപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എല്ലാം അറിഞ്ഞിട്ടും വിഡ്ഢിവേഷം കെട്ടി സ്വയം തോറ്റു കൊടുക്കുകയായിരുന്നു. പക്ഷെ ഇനി എനിക്ക് തോൽക്കാനാവില്ല. ആരുടെ മുന്നിലും തോൽക്കാനാവില്ല. അതുകൊണ്ട് എന്നെ വീണ്ടും തോൽപ്പിക്കാൻ കോപ്പ് കൂട്ടുന്നവർക്കൊപ്പം ടീച്ചറെങ്കിലും കൂട്ടുചേരരുത്. ബാലചന്ദ്രൻ സാറ്. ഒന്നും മനസ്സിലാവാതെ ബന്ധുര മിഴിച്ചു നിന്നു. വീണ്ടും ബാലചന്ദ്രന്റെ ഇടറിയ സ്വരം. ടീച്ചർ ജോലി രാജിവെച്ച തോൽക്കണത് ഞാനാണ്, ഞാൻ മാത്രം. സർ. ബന്ധുരയ്ക്ക് വീർപ്പുമുട്ടലുണ്ടായി. ടീച്ചർ നാളെ മുതൽ കോളേജിൽ വരണം. ഞാൻ തോറ്റു നിൽക്കുന്നത് കാണാൻ കാത്തു നിൽക്കുന്നവരുടെ മുഖത്ത് എനിക്ക് കാറി തുപ്പണമെങ്കിൽ ടീച്ചറും അവിടെ ഉണ്ടാവണം. ബാലചന്ദ്രന്റെ കൺപീലികൾ നനഞ്ഞു. വേണ്ട ബാലചന്ദ്രൻ സാറേ, ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്നതാ സാറിന് നല്ലത്. വെറുതെ എന്തിനാ സാറേ ഞാൻ കാരണം ചീത്തപ്പേര് കേൾക്കുന്നത്? നമ്മുടെ കോളേജിന്റെ സൽപ്പേര് പോലും നഷ്ടപ്പെടും. ബന്ധുര വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ബാലചന്ദ്രൻ കൈ ഉയർത്തി തടഞ്ഞു. ഒരു സൽപ്പേരും പോവില്ല ടീച്ചറെ. അയാൾ ഒന്ന് നിർത്തിയിട്ട് ഒരു നിമിഷം എന്തോ ഗാഠമായ ചിന്തയിൽ മുഴുകി. പിന്നെ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, എല്ലാവർക്കും മുന്നിൽ ഇന്നലെ വരെ തോറ്റ ഞാൻ ഒരിക്കലെങ്കിലും ഒന്ന് ജയിച്ചോട്ടെ ടീച്ചറെ. ബന്ധുര ബാലചന്ദ്രൻ പറയുന്നത് എന്തെന്നറിയാൻ കാതോർത്തു. ടീച്ചറേക്കാൾ ഏറെ പ്രായക്കൂടുതലുണ്ടെന്നറിയാം. എങ്കിലും ചോദിക്കുക, ബന്ധുര ടീച്ചറെ ഞാൻ വിവാഹം ചെയ്തോട്ടെ? ബന്ധുര വല്ലാത്തൊരു നടുക്കത്തിൽ ബാലചന്ദ്രൻ നേരെ മുഖമുയർത്തി. ആകാശവും ഭൂമിയും കീഴ്മേൽ മറിയുന്നത് പോലെ ഹൃത്തടത്തിൽ 1000 തിരമാലകൾ ആർത്തിരമ്പി. ബാലചന്ദ്രന്റെ പൊടുന്നനെയുള്ള ചോദ്യം ബന്ധുരയെ വല്ലാതെ തളർത്തി കളഞ്ഞു. ശ്വാസം പോലും നിലച്ചതുപോലെ അവൾ ഭിത്തിമേൽ ഭാരം ചേർത്ത് വെച്ച് മിഴികൾ പൂട്ടി ഏറെ നേരം നിശ്ചലം നിന്നു. കനത്ത നിശബ്ദതയിൽ ബന്ധുരയിൽ നിന്നുയർന്ന നിശ്വാസം ദുഃഖത്തിന്റെ മർമ്മരം മുതിർത്തു. ടീച്ചറെ. ബാലചന്ദ്രൻ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ബന്ധുര ദീനം അയാളെ നോക്കി. പറഞ്ഞോളൂ. എന്റെ ചോദ്യത്തിന് ബന്ധുര ടീച്ചറിന്റെ മനസ്സ് തരുന്ന ഏത് ഉത്തരവും തെല്ലും പരിഭവമില്ലാതെ ഉൾക്കൊള്ളാൻ എനിക്കാവും. പറഞ്ഞോളൂ, മടിക്കണ്ട. ബാലചന്ദ്രൻ മെല്ലെ, വളരെ മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു.
എന്താണ് പറയേണ്ടതെന്ന് ബന്ധുരയ്ക്ക് തിട്ടമില്ലായിരുന്നു. പക്ഷേ ബാലചന്ദ്രൻ സാറിന് ഒരു മറുപടി കൊടുത്തേ പറ്റൂ. ബാലചന്ദ്രൻ സാറേ, ഒരു സ്ഫടിക പാത്രം വീണുടയും പോലെ ചിലമ്പിച്ച സ്വരത്തിൽ അവൾ വിളിച്ചു. ബാലചന്ദ്രൻ ഒരു ചാൽ മുന്നോട്ട് നടന്ന് തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. ഒരു ദുഃഖപർവ്വതം ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ വിജൃംഭിതമായി നിൽക്കുകയാണ്. ബന്ധുര: വേണ്ട സർ, എനിക്കതിനാവില്ല. എന്റെ ലോകം വളരെ ചെറുതാണ് സാറേ. ഈ വീടും എന്റെ അമ്മയും എന്റെ അനുജത്തിമാരും, അവിടം കൊണ്ട് ഈ ബന്ധുരയുടെ ലോകം ചുരുങ്ങിപ്പോയി സാറേ. എന്നോട് ക്ഷമിക്കണം, അവർ നേരത്തെ ഒരു തേങ്ങലോടെ പറഞ്ഞു. ബാലചന്ദ്രൻ മൃദുവായി മന്ദഹസിച്ചു. അവൾ ഇടറിയ സ്വരത്തിൽ തുടർന്നു. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. ഈ ജന്മത്തെ അതൊന്നും ആശിക്കാനും ഈ ബന്ധുരയ്ക്ക് അവകാശമില്ല. ബാലചന്ദ്രൻ സാറ് എന്നെ ശപിക്കുകയും വെറുക്കുകയും വരുതേ. എന്റെ സീമന്തരേഖ ശൂന്യമായി തന്നെ കിടന്നോട്ടെ. അതിനൊന്നും ഭാഗ്യമില്ലാത്തൊരു പാഴ് ജന്മമായി പോയി ഞാൻ, അവൾ വിതുമ്പി. ടീച്ചറെ! 2 നിമിഷം കഴിഞ്ഞ് ബാലചന്ദ്രൻ വിളിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾ മുഖമുയർത്തി. എന്തിനാ ടീച്ചറെ ഇങ്ങനൊക്കെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തുന്നത്? മറ്റാരേക്കാൾ കൂടുതൽ ടീച്ചറിനെ എനിക്കറിയാം. ഇപ്പൊ ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്, അരുതാത്തത് പറഞ്ഞു പോയതിന്. ഇതുവരെ എല്ലാവരുടെയും മുന്നിൽ തോറ്റ ഞാൻ ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇങ്ങനൊരു മോഹം എന്റെ മനസ്സിലുണ്ടാവരുതായിരുന്നു. ക്ഷമിക്ക് മധുര ടീച്ചറെ, ഇറങ്ങലിച്ച സ്വരത്തിൽ അയാൾ പറഞ്ഞു. വീണ്ടും അവർക്കിടയിൽ മൗനം കനത്തു. ബന്ധുരയോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് ബാലചന്ദ്രന് തോന്നി. താൻ അവളെ വീണ്ടും സങ്കടപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ മറന്നുകളെ. അതൊക്കെ ഒരു പാഴ്ക്കിനാണെന്ന് കരുതിയാ മതി. ബാലചന്ദ്രൻ ഒരു നിമിഷം മൗനം പൂട്ടിട്ട് പറഞ്ഞു. നാളെ മുതല് ടീച്ചർ കോളേജിൽ വരണം. ഞാൻ ഒരുത്തിക്ക് വേണ്ടി വീട്ടുകാരെ മുഴുവൻ എന്തിനാ സാറേ ശത്രുക്കളാക്കണത്? വേണ്ട സർ, ഞാനായിട്ട് അവരുടെ ശാപം കൂടി വലിച്ചു വെക്കണില്ല. ശുദ്ധമല്ലാത്ത മനസ്സുമായി നടക്കുന്നവരുടെ ശാപം ഏൽക്കില്ല ടീച്ചറെ. ഒരിക്കലും എന്റെ വീട്ടുകാർ എന്നെ സ്നേഹിച്ചിട്ടില്ല. അവർക്കൊക്കെ എന്നോടല്ലായിരുന്നു സ്നേഹം, എന്റെ പണത്തോടായിരുന്നു. അത് നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് അവർക്ക്. എന്നും ഞാൻ അവർക്ക് പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു. അത് കൈവിട്ടു പോകുന്നത് അവർക്ക് സഹിക്കാനാവില്ല ടീച്ചറെ. ടീച്ചർ അത് തട്ടിയെടുത്തെന്ന് ഇപ്പോഴും അവര് വിശ്വസിക്കുന്നത്. ആ അമർഷമാണ് ശാപവാക്കുകളായി പുറത്തു വന്നത്. കൃഷ്ണപ്രിയ കാപ്പിയുമായി വന്നതുകൊണ്ട് ബാലചന്ദ്രന്റെ വാക്കുകൾ മുറിഞ്ഞു. സാർ കാപ്പി കുടിക്ക്, വിഷയം മാറ്റാനായി ബന്ധുര പറഞ്ഞു. കാപ്പി ഗ്ലാസ് വാങ്ങുമ്പോൾ കൃഷ്ണപ്രിയയെ അയാൾ ശ്രദ്ധിച്ചു. ഉടനെയൊന്നും ബന്ധുരയുടെ കടപ്പാടുകൾ തീരില്ലെന്ന് ബാലചന്ദ്രന് തോന്നി. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയാണ് കൃഷ്ണപ്രിയയ്ക്ക്. കുടുംബത്തിലെ ബാധ്യതകളെല്ലാം തീർത്തു വരുമ്പോഴേക്കും പാവം ബന്ധുരയുടെ പ്രായം കഴിയും. സാർ എന്താ ആലോചിക്കുന്നത്? ബാലചന്ദ്രന്റെ മുഖഭാവം കണ്ട് ബന്ധുര ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അല്ല, അമ്മ എവിടെ? പലചരക്ക് കടയിൽ പോയിരിക്കുക, ഇപ്പൊ വരും, ബന്ധുര പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഗ്ലാസുമായി കൃഷ്ണപ്രിയ അകമുറിയിലേക്ക് പോയപ്പോൾ ബാലചന്ദ്രൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഒരു കണക്കിന് പറഞ്ഞ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരു നാണയത്തൊട്ടിന്റെ 2 വശങ്ങൾ. നല്ല പ്രായം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ഹോമിക്കാനായിരിക്കും വിധി. 2 പാപജന്മങ്ങൾ. തീരെ പതിയെയാണ് അയാൾ പറഞ്ഞതെങ്കിലും അത് കേട്ട് ബന്ധുരയിൽ നിന്നും ഒരു നെടുവീർപ്പ് ഉയർന്നു. ബാലചന്ദ്രനും ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ടീച്ചറെ, ഞാൻ ഇറങ്ങട്ടെ? അവൾ വെറുതെ തലയിളക്കിയതേ ഉള്ളൂ. ടീച്ചർ നാളെ കോളേജിൽ വരണം. കുറ്റവാളികളാണ് പോലീസിനെയും നിയമത്തെയും പേടിക്കേണ്ടത്, തെറ്റ് ചെയ്യാത്തവർക്ക് ആരെയും പേടിക്കണ്ട. സാറേ, അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. ടീച്ചർ നാളെ മുതൽ വന്നില്ലെങ്കിൽ അത് കീഴടങ്ങലാണ്, തെറ്റ് ചെയ്തുവെന്ന് സ്വയം സമ്മതിക്കലാണ്. അയാൾ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കണമെന്ന് ടീച്ചർക്ക് നിർബന്ധമാണെങ്കിൽ, ടീച്ചർ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വരാതിരിക്കാം. ഞാനായിട്ട് ആരെയും നിർബന്ധിക്കുന്നില്ല. പറഞ്ഞതും ബാലചന്ദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. പഠിപ്പുര വാതിൽ തുറന്ന് സ്കൂട്ടറിൽ കയറി പോകുന്നത് വരെ ബന്ധുര പൂമുഖത്ത് തന്നെ നിന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ശൂന്യത അവൾക്കുണ്ടായി. ഏറെ നേരം എന്തൊക്കെയോ ഓർത്ത് പൂമുഖത്ത് തന്നെ നിന്നുപോയി. ബന്ധുരേച്ചി, കൃഷ്ണപ്രിയ അവളുടെ തോളിൽ തൊട്ട് വിളിച്ചു. ബന്ധുര മെല്ലെ അനുജത്തിയെ നോക്കി. ബാലചന്ദ്രൻ സാറ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അവൾ പതിയെ പറഞ്ഞു. ബന്ധുരയിൽ ചെറിയൊരു ഞെട്ടലുണ്ടായി. ബാലചന്ദ്രൻ സാറ് നല്ലൊരു മനുഷ്യനാ ചേച്ചി. ലേശം പ്രായക്കൂടുതലുണ്ടെന്ന് വെച്ച് കിളവനൊന്നുമല്ലല്ലോ. വേണ്ട മോളെ,
ഇപ്പൊ നമ്മുടെ കുടുംബം എങ്ങനെ കരകയറ്റുമെന്നുള്ള ചിന്തയിലാ ഈ ബന്ധുരേച്ചി. അതിനിടയിൽ മറ്റൊന്നിനെ കുറിച്ചും ഈ ചേച്ചിക്ക് ചിന്തിക്കാനാവില്ല. പറഞ്ഞതും ബന്ധുര അകത്തേക്ക് കയറി. അന്ന് രാത്രി മുഴുവൻ അവൾ ആലോചിച്ചത് ട്യൂട്ടോറിയൽ കോളേജിൽ പോകണോ വേണ്ടയോ എന്നായിരുന്നു. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കിട്ടുന്ന ഫീസ് കൊണ്ട് ഒന്നിനും തികയില്ല. അതിനിടയിലാണ് ഇന്ദുലേഖയെ കമ്പ്യൂട്ടർ പഠിക്കാൻ ചേർത്തത്. വേറെ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടണമെങ്കിൽ അത്ര എളുപ്പവുമല്ല. ഒരു തീരുമാനത്തിൽ എത്താനാവാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് അവൾ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ട്യൂഷൻ എടുത്തിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടും ബന്ധുര വെറുതെ അവിടെ തന്നെ കുത്തിയിരുന്നു. ബന്ധുരെ, നീ ഇന്നും പോകാതിരുന്നാൽ എങ്ങനാ? ഇന്നലെയും നിന്നെ വിളിക്കാൻ ബാലചന്ദ്രൻ സാർ വന്നതല്ലേ? ചെല്ലു മോളെ, മറ്റൊരു ജോലി കിട്ടുന്നവരെ നമുക്ക് ജീവിക്കണ്ട മോളെ, ദേവകി അമ്മ സങ്കടത്തോടെ ചോദിച്ചു. ബന്ധുര മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബാലചന്ദ്രൻ സാറിന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. ഞാനാ മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കണമെന്ന് ടീച്ചർക്ക് നിർബന്ധമാണെങ്കിൽ, ടീച്ചർ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വരാതിരിക്കാം. ഞാനായിട്ട് ആരെയും നിർബന്ധിക്കുമെന്നില്ല. പാടില്ല. ബാലചന്ദ്രൻ സാർ തോൽക്കാൻ പാടില്ല. ഒരിക്കലും താനത് ആഗ്രഹിക്കില്ല. അവൾ വേഗം കുളിച്ച് വേഷം മാറി കോളേജിലേക്ക് പോയി. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിലേക്കുള്ള വഴിയെ നടക്കുമ്പോൾ പലരും അവളെ ചുഴിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ചിലർ എന്തൊക്കെയോ പെറുപിറുക്കുന്നുമുണ്ടായിരുന്നു. അവൾ ആരെയും ശ്രദ്ധിക്കാതെ കോളേജിലേക്ക് കയറി. ഓഫീസ് റൂമിന്റെ വരാന്തയിൽ ആരെയോ കാത്തിട്ടെന്ന പോലെ ബാലചന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു. ഗേറ്റ് കടന്നു വരുന്ന ബന്ധുരെ കണ്ടതും ബാലചന്ദ്രന്റെ കണ്ണുകളിൽ സൂര്യോദയം. ഇല്ല, ബന്ധുര ടീച്ചർ തന്നെ തോൽപ്പിക്കില്ല. താൻ തോൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുമില്ല, മനസ്സ് പറഞ്ഞു. അവൾ ബാലചന്ദ്രന്റെ അടുത്ത് ചെന്നു. സന്തോഷായി ടീച്ചറെ, ഇനി ഞാൻ ഒരിക്കലും തോൽക്കില്ല, ബാലചന്ദ്രൻ പറഞ്ഞു. ബന്ധുര മൃദുവായി പുഞ്ചിരിച്ചു. സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോൾ സഹാധ്യാപിക ഇന്ദിര പറഞ്ഞു, ഞങ്ങൾ ഓർത്തു ടീച്ചർ ഇനി വരില്ല എന്ന്. അതുപോലല്ലേ ബാലചന്ദ്രൻ സാറിന്റെ അമ്മയും അനുജനും അനുജത്തിമാരും ഇവിടെ മുഴുവൻ ഇളക്കി മറിച്ചത്? ബന്ധുര മറുപടി ഒന്നും പറഞ്ഞില്ല. ക്ലാസ് തുടങ്ങാൻ ബെല്ലടിച്ചപ്പോ ബന്ധുര മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗ്രേസി ടീച്ചർ സഹദേവൻ സാറിനോട് അടക്കം പറയുന്നത് കേട്ടു. എന്നാലും വല്ലാത്ത തൊലിക്കട്ടി തന്നെ. ഇത്രയും ബഹളമൊക്കെ നടന്നിട്ടും വല്ല കുലുക്കം ഉണ്ടെന്ന് നോക്കി. എന്തിനാ കുലുങ്ങുന്നത്? കുലുക്കമൊക്കെ വയറ് വീർക്കുമ്പോ പോരെ. അതും പറഞ്ഞ് സഹദേവൻ സാർ ചിരിച്ചു. കൂടെ ഗ്രേസി ടീച്ചറും. സഹദേവൻ സാറിന് ബന്ധുരയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ മുതൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവളെ വാക്കുകൊണ്ട് കുത്തി നോവിക്കാറുണ്ടായിരുന്നു. ബന്ധുര അയാളെ തറപ്പിച്ചൊന്ന് നോക്കി. സഹദേവൻ സ്റ്റാഫ് റൂമിലേക്ക് പിൻവലിഞ്ഞു. ബന്ധുര ക്ലാസ്സിലേക്ക് കയറി. ഇന്ദുലേഖയുടെ കമ്പ്യൂട്ടർ ക്ലാസ് ഉച്ച കഴിഞ്ഞായിരുന്നു. അവൾ ഒരുങ്ങി ഇറങ്ങുന്നത് കണ്ടപ്പോൾ കൃഷ്ണപ്രിയ കളിയാക്കി. ഇന്ദു ചേച്ചി മോഡലിങ്ങിനാണോ സീരിയൽ ഷൂട്ടിനോ? എന്തിനാണ് ഇന്ന് പോകണത്? ഇന്ദുലേഖ തിരിഞ്ഞു നിന്നു. കൃഷ്ണേ, നീ അല്പം കൂടുന്നുണ്ട്. നിന്റെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട, ഒരു താക്കീത് പോലെ പറഞ്ഞിട്ട് ഇന്ദുലേഖ നടന്നു നീങ്ങി. ആ, അടി തെറ്റിയ ആനയും വീഴുമെന്ന പ്രമാണം, കൃഷ്ണപ്രിയ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതായി നടിക്കാതെ ഇന്ദുലേഖ വേഗം നടന്നു. ടൗണിൽ നിന്നും സ്റ്റാച്യു ജംഗ്ഷൻ അടുത്തെത്തും തോറും അവളുടെ നെഞ്ചിരിപ്പിന് വേഗതയേറി. താര സ്റ്റുഡിയോയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അവൾ നിന്നു. സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ മുഖം വിശ്വജിത്ത്, താര ഫോട്ടോസ് ആൻഡ് വീഡിയോസിന്റെ ഉടമ. അവളുടെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു. എന്തേ നിന്ന് കളഞ്ഞത്? എത്ര നേരമായിന്നറിയോ ഞാനിവിടെ കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട്? വിശ്വജിത്ത് പരിഭവം പറഞ്ഞു. അവൾ വെറുതെ പുഞ്ചിരിച്ചതേ ഉള്ളൂ. അവൻ അവൾക്കടുത്തേക്ക് ചെന്നു. ദേ, റോഡിലൂടെ ആളുകളൊക്കെ വരുന്നുണ്ട്, ഇന്ദുലേഖ പതിയെ പറഞ്ഞു. എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാളെ രാവിലെ വരുമോ? ഉച്ച കഴിഞ്ഞല്ലേ എനിക്ക് ക്ലാസ് ഉള്ളൂ, പിന്നെ എങ്ങനെ രാവിലെ വരും? അവൾ ചോദിച്ചു. വീട്ടിൽ എന്തേലും കളവ് പറഞ്ഞാ മതി. എന്താ, വരില്ലേ? അവൾ തലയിളക്കിയിട്ട് മെല്ലെ നടന്നു നീങ്ങി. ആ വശ്യ സൗന്ദര്യം ഇളകി നീങ്ങുന്നത് അവൻ സാഗൂതം നോക്കി നിന്നു. എന്തായിരിക്കും വിശ്വജിത്തിന് പറയാനുള്ളത്? കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോഴും അതായിരുന്നു അവളുടെ ചിന്ത. കമ്പ്യൂട്ടർ പഠിക്കാൻ ചേർന്നപ്പോൾ ഫോട്ടോസ് എടുത്തത് താര സ്റ്റുഡിയോയിലായിരുന്നു. വിശ്വജിത്താണ് ഫോട്ടോ എടുത്തത്. പിന്നീട് ദിവസവും കമ്പ്യൂട്ടർ പഠിക്കാൻ സ്റ്റുഡിയോയുടെ മുന്നിലൂടെ പോകുമ്പോ തമ്മിൽ കാണും, പുഞ്ചിരിക്കും. ദിവസവുമുള്ള കണ്ടുമുട്ടൽ മറ്റൊരു ബന്ധത്തിന് വഴിതെളിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ബന്ധുര ട്യൂട്ടോറിയൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഇന്ദുലേഖയും കുളിച്ചൊരുങ്ങി. നീ രാവിലെ എവിടേക്കാ? ദേവകി അമ്മ ചോദിച്ചു. രാവിലത്തെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഇന്ന് വരില്ല. അത്രയും സമയം കൂടി എനിക്ക് ആ കമ്പ്യൂട്ടറിൽ പഠിക്കാലോ.
അവൾ ഒരു കളവ് പറഞ്ഞു. അത് സത്യമാണെന്ന് കരുതി ദേവകിയമ്മ പിന്നൊന്നും ചോദിച്ചില്ല. ഇന്ദുലേഖ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്റ്റുഡിയോയുടെ മുന്നിലെത്തുമ്പോൾ അവളെ പ്രതീക്ഷിച്ചിട്ടെന്നോണം വിശ്വജിത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. വരൂ, അകത്തിരിക്കാം, അവൻ ക്ഷണിച്ചു. അവൾ മറുത്തൊന്നും പറയാതെ അവന് പിന്നാലെ അകത്തേക്ക് കയറി. ഇരിക്ക്, അവൾ അവന് അഭിമുഖമായി കസേരയിലിരുന്നു. വിശ്വജിത്ത് അവളെ ഇമകൾ അനക്കാതെ ഏറെ നേരം നോക്കിയിരുന്നു. എന്തേ ഇങ്ങനെ നോക്കണത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അവൾ നേരത്തൊരു നാണത്തോടെ ചോദിച്ചു. ഒത്തിരി 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 പറയാനുണ്ടായിരുന്നു. പക്ഷേ ഈ ദേവസുന്ദരി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ പറയാനുള്ളതൊക്കെ മറന്നുപോയി. അവൻ ചിരിച്ചു. കളിയാക്കാനാണോ വിളിച്ചു വരുത്തിയത്? സത്യം പറഞ്ഞ എങ്ങനെ കളിയാകണത്? ഞാൻ സത്യം തന്നെ പറഞ്ഞത്. ഇതെന്റെ സുന്ദരിക്കുട്ടി തന്നെയാ, അവൻ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. കുറച്ചുകൂടെ സുന്ദരിയാവണമെങ്കിൽ ഇന്ദു ഒന്നുകൂടെ മോഡേൺ ആവണം. അതെങ്ങനെ? അവൾ ചോദിച്ചു. അവൻ അതിന് മറുപടി പറയാതെ വലിയൊരു ആൽബം എടുത്തു തുറന്നു. ഇന്ദു, ഈ പെൺകുട്ടികളെ കണ്ടോ? വിശ്വജിത്ത് ഓരോ പേജും മറിച്ചു കാണിച്ചു. വിവിധ ഫാഷനുള്ള ഡ്രസ്സുകൾ ധരിച്ച പെൺകുട്ടികളുടെ ഫോട്ടോ. ഓരോ ഫോട്ടോയിലേക്കും ഇന്ദുലേഖ വിടർന്ന മിഴികളോടെ നോക്കി. ദാ ഈ ഫോട്ടോ കണ്ടോ? നേരിൽ കാണാൻ വലിയ ചന്തമൊന്നുമില്ല, പക്ഷെ ഈ ചുരിദാർ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോ കാണാൻ എന്ത് ശേലാണെന്നോ. എന്തോന്നും ഇതുപോലെ നടക്കരുതോ? ഇന്ദുലേഖയ്ക്കും അങ്ങനെയൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ സ്ഥിതി ഓർത്ത് ഉള്ളിൽ ഒതുക്കുകയാണ്. വീട്ടിൽ സമ്മതിക്കില്ല. അതിനെന്തിനാ മറ്റുള്ളവരുടെ സമ്മതം? നമ്മൾ ഏത് വേഷം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ. സമ്മതം മാത്രം പോരല്ലോ വിശ്വം. ചേച്ചിയുടെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കണ വീടാ ഞങ്ങളുടേത്. പിന്നെങ്ങനെ ഇതൊക്കെ വാങ്ങാൻ പറ്റും? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. വിശ്വജിത്ത് ഒരു കള്ളച്ചിരിയോടെ മേശവലിപ്പിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എന്തേ ഇത്? എന്റെ ഒരു ഇഷ്ടത്തിനാ. ഇത് തരാൻ കൂടിയാ രാവിലെ വരാൻ പറഞ്ഞത്. അവൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചുരിദാറാ, ഇന്ദുലേഖയ്ക്ക് നന്നായി ഇണങ്ങും. അതും പറഞ്ഞ് വിശ്വജിത്ത് കവറിൽ നിന്നും ചുരിദാർ എടുത്തു. യോ വേണ്ട, ഇതെങ്ങനെ വാങ്ങിയെന്ന് ചോദിച്ചാ? അവൾ ചുരിദാറിന്റെ ഭംഗി നോക്കിക്കൊണ്ട് പറഞ്ഞു. കൂട്ടുകാരോടൊപ്പം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയപ്പോ അവര് വാങ്ങി തന്നതാന്ന് പറയണം. അതല്ലേ വേറൊരു കളവ്? വിശ്വജിത്ത് അവൾക്ക് ധൈര്യം പകർന്നു. എന്നാലും ഒരെന്നാലും ഇല്ല. എന്തായാലും ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല. ഇതൊക്കെ ധരിച്ച് ഇന്ദുവിനെ എനിക്കൊന്ന് കാണണം. പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കണം. ഇതെന്റെ ഒരു ആശയാണ്. വാങ്ങ്. അവൻ അത് നിർബന്ധിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. മനസ്സില്ലാ മനസ്സോടെയാണ് അവളത് വാങ്ങിയത്. വീട്ടിൽ എന്തു പറയുമെന്നായിരുന്നു അവളുടെ ഭയം. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നോവലുകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം പോയി കാണുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഒന്ന് ഹൈപ്പ് കൊടുക്കാൻ കൂടി മറക്കരുത്. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.